അപ്പൊ ഇന്ന് വന്നിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറെ പേര് എന്റെ കമന്റ് സെക്ഷനിൽ റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ് ഈ ഈ ഓരോ എമിറേറ്റ്സിലും ഓരോ ലൈസൻസ് നമുക്ക് വേണം. അതിനെക്കുറിച്ച് ഇപ്പൊ കുറെ പേർക്ക് ഡൗട്ടാണ്. ഇപ്പൊ ഞാൻ ജോബ് ഓഫറിന്റെ വീഡിയോസ് ഇടുമ്പോൾ തന്നെ അബുദാബിയിലെ വേക്കൻസി ഇടുമ്പോൾ ഈ ദുബായ് ലൈസൻസ്, അതായത് DHA ലൈസൻസ് ഉള്ള സ്റ്റാഫും വന്നിട്ട് ഞങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റുമോ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട്, അതുപോലെ ഷാർജയിലെ MOH വേക്കൻസി ഇടുമ്പോൾ പറയും DHAക്കാർക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുമോ എന്നുള്ളതൊക്കെ ചോദിച്ചിട്ട് കുറെ പേർക്ക് ഈ ലൈസൻസ് റിലേറ്റഡ് ആയിട്ട് കുറെ കൺഫ്യൂഷൻ ആണ്. അപ്പൊ ഇന്ന് ഞാൻ അതിനെ കുറിച്ചിട്ടുള്ളൊരു ക്ലാരിഫിക്കേഷൻ ആണ്, അതായത് എല്ലാവർക്കും എല്ലാ ജോലിയും അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുമോ, അതുപോലെ തന്നെ ഈച്ച് എമിറേറ്റ്സിൽ എന്തൊക്കെയാണ് ക്രൈറ്റീരിയ കാര്യങ്ങൾ എന്നതിനെ കുറിച്ചിട്ടുള്ള ഒരു ഡീറ്റെയിൽസ് വൈസ് വീഡിയോ ആണ്. അപ്പോൾ എന്താ അറിയില്ലാത്തവർ എന്ത് ചെയ്യുക, ഫുൾ വീഡിയോ കാണാനായിട്ട് ശ്രമിക്കുക കേട്ടോ. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ പറഞ്ഞോട്ടെ, നമുക്ക് UAE ഒരു എമിറേറ്റ്സ് അല്ല, ഡിഫറെന്റ് എമിറേറ്റ്സുകളാണ് ഉള്ളത്. ഡിഫറെന്റ് എമിറേറ്റ്സിലും ഡിഫറെന്റ് ലൈസൻസ് ആണ് നമുക്ക് വേണ്ടത്. ഒരേ ഒരു ലൈസൻസ് വെച്ചിട്ട് നമുക്ക് എല്ലാ എമിറേറ്റ്സിലും വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റില്ല. അത് ഓൾമോസ്റ്റ് എല്ലാവർക്കും അറിയാം, അറിയില്ലാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ പറയുന്നത്. അതായത് അബുദാബിയിലാണെങ്കിൽ നിങ്ങൾക്ക് DOH അല്ലെങ്കിൽ ഹാദ് ലൈസൻസ് ആണ് വേണ്ടത്. അപ്പൊ നിങ്ങൾ അബുദാബി, അലൈൻ ആ ഭാഗങ്ങളിലേക്കൊക്കെയാണ് വരാൻ ഉദ്ദേശിക്കണമെങ്കിൽ നിങ്ങൾ എടുക്കേണ്ട അല്ലെങ്കിൽ നിങ്ങൾ പഠിക്കേണ്ടത് എന്ന് പറയുന്നത് DOH ഓർ ഹാദ് ലൈസൻസ് ആണ്. അപ്പൊ അതിന്റെ പ്രോമെട്രി കാര്യങ്ങളും അതിന്റെ ഡോക്യുമെന്റ്സും എല്ലാം സെയിം ആണ്. അതിനെ കുറിച്ചിട്ടൊക്കെ ഞാൻ ഡീറ്റെയിൽസ് വൈസ് വീഡിയോ ഇട്ടിട്ടുണ്ട്. അപ്പൊ കാണാത്തവരുണ്ടെങ്കിൽ എന്റെ യൂട്യൂബ് ചാനലിൽ പോയി കാണണം. അപ്പോൾ എന്താക്കുന്നുണ്ട്, ഫേസ്ബുക്ക് പേജിലും ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പൊ അതിനെക്കുറിച്ച് അത് വേണമെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യുക. അപ്പൊ ഞാൻ അതിന്റെ ഒരു ആ ഒരു വീഡിയോയുടെ ലിങ്ക് നിങ്ങൾക്ക് ഞാൻ എന്ത് ചെയ്യുക, ഫോർവേഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് നിങ്ങൾ അബുദാബിയിലേക്കാണെങ്കിൽ ആ ഒരു എക്സാമിന് വേണ്ടിയിട്ട് നിങ്ങൾ പ്രിപ്പയർ ചെയ്യുക. എന്നിട്ട് പ്രോമെട്രിക് എക്സാം എഴുതുക. എക്സാം എഴുതിയതിനു ശേഷം അല്ലെങ്കിൽ ബിഫോറോ നിങ്ങൾ ഡാറ്റ ഫ്ലോ കാര്യങ്ങൾ ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യാം, ഗുഡ് സ്റ്റാൻഡിങ്ങും കാര്യങ്ങളും എല്ലാം എടുത്തതിന് ശേഷം നിങ്ങൾ എലിജിബിലിറ്റി കൊടുക്കുക. എലിജിബിലിറ്റി കിട്ടും, DOH ഓർ ഹാദ്. അതെന്ന് പറയുന്നത് അബുദാബി, അലൈൻ അങ്ങനത്തെ ഭാഗങ്ങളിൽ മാത്രമേ നിങ്ങൾക്ക് എന്ത് ചെയ്യുള്ളൂ, ആ ലൈസൻസ് വെച്ചിട്ട് നിങ്ങൾക്ക് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. ആ ഒരു ലൈസൻസ് വെച്ചിട്ട് നിങ്ങൾക്ക് ദുബായിലോ അല്ലെങ്കിൽ ഷാർജയോ അജ്മാനോ അങ്ങനത്തെ ഇതിലൊക്കെ ഒന്നും അപ്ലൈ ചെയ്യാനും പറ്റില്ല, നിങ്ങൾക്ക് വർക്ക് ചെയ്യാനും പറ്റില്ല. നിങ്ങൾക്ക് വർക്ക് ചെയ്യാൻ പറ്റുന്നത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ആ ഒരു ലൈസൻസ് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അതായത് DOH ഓർ ഹാദ് ഉള്ള ലൈസൻസ് നിങ്ങൾക്ക് എന്താക്കാം, DHA ഓർ MOHയിലേക്കൊക്കെ കൺവേർട്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് എന്താക്കാൻ പറ്റും, ഇവിടെ വന്നിട്ട് ജോലി അപ്ലൈ ചെയ്തിട്ട് ആ ഒരു എലിജിബിലിറ്റി വെച്ചിട്ട് നിങ്ങൾക്ക് അപ്ലൈ ചെയ്തിട്ട് എന്ത് ചെയ്യാം, വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു ലൈസൻസ് നിങ്ങൾക്ക് കൊണ്ടുപോകണമെങ്കിൽ അത് നിങ്ങൾ റിന്യൂ ചെയ്തിട്ട് കൊണ്ടുപോകും ചെയ്യാം. കൺവേർട്ട് ചെയ്യണ ലൈസൻസിലേക്ക് നിങ്ങൾക്ക് വർക്ക് ചെയ്യാനും പറ്റും. അതിലൊരു ഇഷ്യൂസും കാര്യങ്ങളും ഒന്നുമില്ല. അത് നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. പിന്നെ എന്നുള്ളത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ദുബായിലേക്ക് വർക്ക് ചെയ്യാനായിട്ട് DHA ആണ് വേണ്ടത്. ദുബായ് ഹെൽത്ത് അതോറിറ്റിയുടെ ലൈസൻസ് ആണ് വേണ്ടത്. അപ്പം നിങ്ങൾ പഠിക്കേണ്ടത് എങ്ങനെയാണ്, നിങ്ങൾ DHAക്ക് വേണ്ടിയിട്ടാണ് പഠിക്കേണ്ടത്. DHAയുടെ എക്സാമിന് ക്രാഷ് കോഴ്സോ അല്ലെങ്കിൽ റെഗുലർ ക്ലാസ്സസോ അറ്റൻഡ് ചെയ്യുക. DHA എക്സാം പാസ്സാവുക. ഡാറ്റ ഫ്ലോ സെയിം എലിജിബിലിറ്റിക്ക് ഡാറ്റ ഫ്ലോയും എല്ലാം വെച്ചിട്ട് എലിജിബിലിറ്റി കൊടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, എലിജിബിലിറ്റി എടുക്കുക. അപ്പോൾ ദുബായ് ഹെൽത്ത് അതോറിറ്റിയുടെ അണ്ടറിലുള്ള ലൈസൻസ് ആയിരിക്കും നിങ്ങൾക്ക് ഉണ്ടാവും. ആ ഒരു ലൈസൻസ് വെച്ചിട്ട് നിങ്ങൾക്ക് ദുബായിൽ മാത്രമേ വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ദുബായിൽ ഹ്യൂജ്, എൻ്റെ ഒരു എക്സ്പീരിയൻസിലും എൻ്റെ ഒരു ഇതിലും ഞാൻ പറയുകയാണെങ്കിൽ ഇച്ചിരിയും കൂടി കൺവീനിയൻ്റ് ആയിട്ടും അതുപോലെ ഈസി ആയിട്ടും എനിക്ക് ഫീൽ ചെയ്തിട്ടത് DHA എക്സാം ആയിരിക്കും. കമ്പയറിങ് ടു DOH ഓർ ഹാദ് അല്ലെങ്കിൽ MOHനെയൊക്കെ കമ്പയർ ചെയ്ത് നോക്കുകയാണെങ്കിൽ DHA ഇച്ചിരിയും കൂടി അഡ്വാൻസ്ഡ് ആണ്. നമുക്ക് പെട്ടെന്ന് എഴുതിയാൽ കിട്ടും കമ്പയർ. പക്ഷെ എല്ലാതും ഒരുപോലെ തന്നെ ഇരിക്കുന്നത് കുറച്ചൊരു ഈസി എന്ന് തോന്നുന്നത് ദുബായ് ആണ്. പിന്നെ ജോബ് കിട്ടാനും കുറച്ചും കൂടി ബെറ്ററും പിന്നെ കുറെ ക്ലിനിക്സ്, ഹോസ്പിറ്റൽ എല്ലാം കമ്പയറിങ് ടു അതർ എമിറേറ്റ്സിൽ നോക്കുകയാണെങ്കിൽ കൂടുതലുള്ളത് ദുബായിലാണ്. പിന്നെ ഡേ ബൈ ഡേ ഇങ്ങനെ ഇൻക്രീസ് ആയിക്കൊണ്ടിരിക്കുന്നതുകൊണ്ട് തന്നെ ഹ്യൂജ് വേക്കൻസികളും കാര്യങ്ങളും എല്ലാം ഓപ്പൺ ആവുന്നതും ദുബായിലാണ്. അപ്പൊ എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായത്തിൽ നിങ്ങൾ ആരെങ്കിലും ഫ്രഷർ ആയിട്ട് ഇപ്പോൾ BSc നഴ്സിംഗ് ഒക്കെ കഴിഞ്ഞ് നിങ്ങൾ ദുബായിലേക്ക് GCCയിലേക്ക് വരാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ നിങ്ങൾ DHA പഠിക്കുമായിരിക്കും കുറച്ചും കൂടി ബെറ്റർ. അപ്പോൾ ഇത് ക്ലിയർ ആണ്. പിന്നെ നമ്മൾ ഷാർജ, അജ്മാൻ ആ ഏരിയയിലൊക്കെ ആണെങ്കിൽ നിങ്ങൾ എടുക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ MOH, അജ്മാൻ, ഉമ്മുൽക്കോയിന്, ഫുജറ ആ ഭാഗത്തൊക്കെ ആണെങ്കിൽ MOH ലൈസൻസ് മിനിസ്ട്രിയുടെ അണ്ടറിലുള്ള ലൈസൻസ് ആണ് എടുക്കേണ്ടത്. അപ്പൊ നിങ്ങൾ പഠിക്കുമ്പോൾ MOHന് വേണ്ടിയിട്ട് MOH പ്രോമെട്രിക്ക് വേണ്ടിയിട്ടാണ് പഠിക്കേണ്ടത്. ഷാർജ ഗവൺമെന്റ് ഇപ്പോൾ ഈ ഒരു ഇയറിൽ അത് മാറ്റിയിട്ടുണ്ട്. മുന്നേ MOH തന്നെ ആയിരുന്നു, പക്ഷെ ഇപ്പോൾ SH ആക്കിയിട്ടുണ്ട്. അതായത് ഷാർജ ഹെൽത്ത് അതോറിറ്റിയുടെ എക്സാം ആണ് ഇപ്പോൾ മാറ്റിയിട്ടുള്ളത്. അപ്പൊ നിങ്ങൾ ഇപ്പോൾ പഠിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ SH ആണ് നിങ്ങൾ പഠിക്കേണ്ടത്. നിങ്ങൾ ഷാർജയിലേക്കാണ് വരാൻ ഉദ്ദേശിക്കണമെങ്കിൽ നിങ്ങൾ SH ആണ് പഠിക്കേണ്ടത്. അപ്പൊ ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് ഒരു ക്ലിയർ ഉണ്ടായി എന്ന് വിചാരിക്കുന്നു. കുറെ പേര് ഇപ്പൊ ജോബ് ഓഫർ ഇടുമ്പോൾ
അതായത് ഇപ്പൊ ഷാർജയിലെ വേക്കൻസി ഇടുമ്പോൾ ദുബായിലെ ഇതിലേക്ക് എന്താ വെച്ചാൽ DHA ഉള്ള ആൾക്കാരാണ് വന്നിട്ട് ചോദിക്കുന്നത് ഞങ്ങൾക്ക് അവിടെ അപ്ലൈ ചെയ്യാം. ഒരിക്കലും നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റില്ല. ഷാർജയിലുള്ള വേക്കൻസി ഉള്ളവർക്ക് ഷാർജ ലൈസൻസ് തന്നെ വേണം, അതായത് SHA ലൈസൻസ് തന്നെ വേണം. അതുപോലെ അജ്മാൻ, അതുപോലെ ഉമ്മുൽ കോയിൻ, അതുപോലെ തന്നെ ഫുജർ ആ ഭാഗത്തൊക്കെ വേക്കൻസി വരുവാണെങ്കിൽ നിങ്ങൾക്ക് MOH ലൈസൻസ് തന്നെ വേണം. അല്ലാണ്ട് നിങ്ങൾ ആ ഒരു വേക്കൻസിയിൽ കൊണ്ടുപോയിട്ട് DHA എലിജിബിലിറ്റി വെച്ചിട്ട് അപ്ലൈ ചെയ്തതാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ജോബ് ഓഫർ നിങ്ങളെ വിളിക്കത്തില്ല. ഇതൊരു ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ എല്ലാവരും നിങ്ങളുടെ മൈൻഡിൽ സെറ്റ് ആക്കണം. അപ്പോൾ ഇത് നിങ്ങൾ ആരും കൺഫ്യൂസ്ഡ് ചെയ്യരുത്. കുറെ പേർക്ക് കൺഫ്യൂഷൻ ഉണ്ട്. അപ്പൊ അതുകൊണ്ടാണ് ഞാനിത് ചെയ്യാന്ന് വിചാരിച്ചത്, വീഡിയോ ചെയ്യാന്ന് വിചാരിച്ചത് കേട്ടോ. അപ്പൊ ഇത് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. പിന്നെ നിങ്ങൾ പഠിക്കുന്നതും കാര്യങ്ങളും എല്ലാം നിങ്ങൾക്ക് ഒരു ക്ലാസ്സിൽ കയറിയിട്ട് ഇപ്പൊ പഠിക്കാൻ വേണ്ടിയിട്ട് പറ്റും. എന്നിട്ട് നിങ്ങൾക്ക് ചൂസ് ചെയ്യാം ഏതാണ് നല്ലത് എന്നുള്ളതും, നിങ്ങൾ ചൂസ് ചെയ്യുക ഏത് എമിറേറ്റ്സിൽ വരണമെന്നുള്ളതും ചൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യുക, നിങ്ങൾ എക്സാമിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുക. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, എക്സാം എഴുതുക കേട്ടോ. പിന്നെ ഡാറ്റ ഫ്ലോയുടെ കാര്യത്തിനെ കുറിച്ച് ഞാൻ ഓൾറെഡി കുറെ വീഡിയോസ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഡാറ്റ ഫ്ലോ അടക്കം റിജക്റ്റഡ് ആവുന്നുണ്ട്. പക്ഷെ ചിലവർക്ക് ഡാറ്റ ഫ്ലോ വെരിഫിക്കേഷൻ എല്ലാം പോസിറ്റീവ് ആവുന്നുണ്ട്, പക്ഷെ എലിജിബിലിറ്റിക്ക് കൊടുക്കുമ്പോൾ റിജക്റ്റ് ആവുന്നുണ്ട്. അതിന്റെ റീസൺ എല്ലാവർക്കും തന്നെ അറിയാം. പഠിച്ചത് ഒരു സ്ഥലത്തെ രജിസ്ട്രേഷനും വർക്ക് ചെയ്തത് വേറെ സ്ഥലത്തെ രജിസ്ട്രേഷൻ ആവുമ്പോഴാണ് ഈ ഒരു ഇഷ്യൂ വരുന്നത്. അപ്പൊ അങ്ങനെയുള്ളവർ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ രജിസ്ട്രേഷൻ എക്സ്പീരിയൻസ് ഉള്ള സ്ഥലത്തുള്ള രജിസ്ട്രേഷന് വേണ്ടിയിട്ട് നിങ്ങൾ കൊടുക്കുക. ആ ഒരു യൂണിവേഴ്സിറ്റിയിൽ കയറിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യാം, പോയി കൊടുക്കാൻ പറ്റുമെങ്കിൽ പോയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ആ ഒരു രജിസ്ട്രേഷന് വേണ്ടിയിട്ട് കൊടുക്കുക. അല്ലെങ്കിൽ ഗുഡ് സ്റ്റാൻഡിങ്ങിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്തിട്ട് നിങ്ങൾ ആ ഒരു ഗുഡ് സ്റ്റാൻഡിങ് കൂടി വെച്ചിട്ട് എന്ത് ചെയ്യാക്കുക, ഡാറ്റ എലിജിബിലിറ്റിക്കും ഡാറ്റ ഫ്ലോക്കും കൊടുക്കുക. ഇപ്പൊ കുറെ പേരുടെ ഡാറ്റ ഫ്ലോയും റിജക്റ്റഡ് ആയിട്ട് വരുന്നതായിട്ട് എനിക്ക് കുറെ മെസ്സേജ് വരുന്നുണ്ട്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, കുറെ പൈസ കളയാതിരിക്കുക. ആദ്യം തന്നെ ഇതെല്ലാം അറിയാലോ, നിങ്ങൾക്ക് ഇതെല്ലാം അറിയുന്നതുകൊണ്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, ആ ഒരു എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള യൂണിവേഴ്സിറ്റിയിൽ പോയിട്ട് നിങ്ങൾ അപ്ലൈ ചെയ്യാവുക. വൺസ് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് പോകാനായിട്ടോ അല്ലെങ്കിൽ ആ ഒരു യൂണിവേഴ്സിറ്റിയിൽ ഒരു ഡിഫിക്കൽട്ട് ആണെങ്കിൽ നിങ്ങൾ അവരുടെ മെയിലോ കാര്യങ്ങളോ എന്തെങ്കിലും കളക്ട് ചെയ്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, അതിനകത്തേക്ക് മെയിൽ അയക്കാൻ വേണ്ടിയിട്ട് നോക്കാം. വൺസ് മെയിൽ അയച്ചതിന് ശേഷം അവിടെ നിന്ന് ഒരു റെസ്പോണ്ട് വന്നിട്ടില്ലെങ്കിൽ നിങ്ങൾ പോയി അന്വേഷിക്കുക. അങ്ങനെ എന്തെങ്കിലും നോക്കിയിട്ട് ഒരു എവിഡൻസ് നിങ്ങളുടെ കയ്യിൽ വെച്ചതിന് ശേഷം ആ ഒരു എവിഡൻസിന്റെ പ്രൂഫ്, അതായത് നിങ്ങൾക്ക് കിട്ടത്തില്ല, നിങ്ങളെ ആ ഒരു വർക്ക് ചെയ്ത എക്സ്പീരിയൻസിലെ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് നിങ്ങൾക്ക് രജിസ്ട്രേഷൻ തരുന്നില്ലെങ്കിൽ നിങ്ങൾ എന്താക്കുക, അവിടെ പോയി ആ ഒരു എവിഡൻസ് നിങ്ങൾ PDF ആക്കി വെച്ചിട്ട് എലിജിബിലിറ്റിക്ക് കൊടുക്കുമ്പോൾ അത് വെക്കുക. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, അപ്ലൈ ചെയ്യുക. അല്ലെങ്കിൽ ജസ്റ്റിഫിക്കേഷൻ ലെറ്റർ വെച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക. ഇപ്പൊ ജസ്റ്റിഫിക്കേഷൻ വെച്ചിട്ടും റിജക്ട് ആവുന്നുണ്ട്. എന്താ വെച്ചാൽ ഇത് കുറെ പേര് ഇപ്പൊ കേരളത്തിലെ രജിസ്ട്രേഷനും വർക്ക് ചെയ്തേക്കുന്നത് ഇപ്പൊ ആന്ധ്രാപ്രദേശോ അല്ലെങ്കിൽ ബോംബെയോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ആവുമ്പോൾ തന്നെ കുറെ ഇഷ്യൂസും കാര്യങ്ങളും വരുന്നുണ്ട്. 2 സ്റ്റേറ്റും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് അപ്പൊ ബെറ്റർ നിങ്ങൾ അപ്ലൈ ചെയ്തിട്ട് അവർ റിജക്റ്റ് ആയിട്ടോ അല്ലെങ്കിൽ തരാൻ പറ്റില്ല എന്നുള്ള ഒരു എവിഡൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ആ ഒരു PDF കൂടി നിങ്ങൾ പ്രൂഫായിട്ട് വെച്ചിട്ട് അപ്ലൈ ചെയ്യുക. അല്ല നിങ്ങൾക്ക് കിട്ടുമെങ്കിൽ ആ രജിസ്ട്രേഷൻ ചെയ്തിട്ട് നിങ്ങൾ അപ്ലൈ ചെയ്യാം കേട്ടോ. ഓൾമോസ്റ്റ് ഇപ്പോൾ എല്ലാവരും തന്നെ തരുന്നുണ്ട്. ഇപ്പൊ ജോലി ചെയ്ത സ്ഥലത്ത് നിങ്ങൾ ആ യൂണിവേഴ്സിറ്റി പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടാവുന്നതേ ഉള്ളൂ. പക്ഷെ നിങ്ങൾ അവിടെ പോയി അപ്ലൈ ചെയ്യണം, എന്നാൽ മാത്രമേ നിങ്ങൾക്ക് എന്ത് ചെയ്യുള്ളൂ, കിട്ടത്തുള്ളൂ. അപ്പൊ ഇതാണ് അടുത്തൊരു ഡാറ്റ ഫ്ലോയും എലിജിബിലിറ്റിയുടെയും കാര്യത്തിൽ കുറെ പേർക്ക് ഡൗട്ടും റിജക്റ്റഡ് ആവുന്നതിന്റെ റീസണും കാര്യങ്ങളൊക്കെ കേട്ടോ. അപ്പോൾ നിങ്ങൾ ഇപ്പോൾ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഈച്ച് എമിറേറ്റ്സിലും ഡിഫറെന്റ് ആയിട്ടുള്ള ലൈസൻസ് ആണ് വേണ്ടത്. അപ്പൊ നിങ്ങൾ ചൂസ് ചെയ്യുക ഏത് എമിറേറ്റ്സിൽ വരണമെന്നോ അതിനനുസരിച്ച് നിങ്ങൾ പ്രിപ്പയർ ചെയ്തിട്ട് എന്തെടുക്കുക, എക്സാം അറ്റൻഡ് ചെയ്തിട്ട് നിങ്ങൾ ഇതാക്കുക. ഫ്രഷേഴ്സിന് ജോലി കിട്ടുമെന്ന് വെച്ചിട്ട് കുറെ പേര് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫ്രഷേഴ്സിന് മോർ ചാൻസ് കിട്ടുന്നുണ്ട്. ഇപ്പോൾ ഫ്രഷേഴ്സിനാണ് എടുക്കുന്നതെന്ന് വെച്ചാൽ ലെസ് സാലറി കാര്യങ്ങളെല്ലാം കൊടുക്കുന്നത് കൊണ്ട് തന്നെ ഫ്രഷേഴ്സിന്. പക്ഷെ ചില ഹോസ്പിറ്റൽ അല്ലെങ്കിൽ ചില ക്ലിനിക്സിലൊക്കെ നീഡ് ഫോർ എക്സ്പീരിയൻസ്, അവിടെ ആ ഒരു എക്സ്പീരിയൻസ് ഉള്ളവർക്കാണ് പ്രയോറിറ്റി കൊടുക്കുന്നത്. അല്ലാണ്ടുള്ളിടത്തും ഫ്രഷേഴ്സിനും എടുക്കുന്നുണ്ട്. അപ്പൊ നിങ്ങൾ ജോബ് ഓഫർ വരുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യാം, ഫ്രഷർ ആണോ കാര്യങ്ങളാണോ ഒന്നും എക്സ്പീരിയൻസ്ഡ് ആണോ എന്നൊന്നും മൈൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾ എല്ലാത്തിലും കയറി അപ്ലൈ ചെയ്യുക. അപ്പൊ ഏതെങ്കിലും ഒരു എണ്ണം നിങ്ങൾക്ക് ചിലപ്പോൾ വിളിക്കും. ചിലപ്പോൾ നിങ്ങളുടെ CV എല്ലാം കണ്ട് നല്ല അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു CV, അതാ ഞാൻ പറഞ്ഞത്, ഒരു ATS ഫ്രണ്ട്ലി CV തന്നെ നിങ്ങൾ ഉണ്ടാക്കാൻ നോക്കുക. അതാവുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, കീ പോയിന്റ്സും കാര്യങ്ങളും എല്ലാം നന്നായിട്ട് ആഡ് ചെയ്തിട്ടുള്ള ഒരു നല്ല പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരു CV ഉണ്ടാക്കുവാണെങ്കിൽ നിങ്ങൾക്ക് എളുപ്പം തന്നെ എന്ത് ചെയ്യാം, ഇപ്പൊ എക്സ്പീരിയൻസിന്റെ ആവശ്യം പോലും ഇല്ല. നിങ്ങളുടെ ഒരു CV കണ്ടാൽ തന്നെ അവർ നിങ്ങളെ വിളിച്ച് ഇന്റർവ്യൂവിന് വിളിക്കും. ഇപ്പൊ ഇന്റർവ്യൂവിന് വിളിക്കുമ്പോൾ നിങ്ങൾ നല്ല പെർഫോമൻസും കാര്യങ്ങളും നല്ലതാണെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പോൾ എക്സ്പീരിയൻസിന്റെ ആവശ്യമില്ല, ആ ഒരു ജോബ് ഓഫർ നിങ്ങൾക്ക് കിട്ടും. അപ്പൊ അങ്ങനെ ഒരു ATS ഫ്രണ്ട്ലി CV ഉണ്ടാക്കണമെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ എന്ത് ചെയ്യുക, എനിക്ക് CV എന്ന് പറഞ്ഞ് കമന്റ് ചെയ്യുക. ഞാൻ നിങ്ങളെ ഉറപ്പായിട്ടും എന്ത് ചെയ്യുക, ATS ഫ്രണ്ട്ലി ഉറപ്പായിട്ട് CV എന്ന് പറഞ്ഞ് കമന്റ് ചെയ്യുക. അപ്പൊ എന്താക്കുക, നിങ്ങൾ അങ്ങനെ CV എല്ലാം നല്ല പ്രൊഫഷണൽ ആയിട്ട് ഉണ്ടാക്കിയതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യുക, അപ്ലൈ ചെയ്യുക. ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഫ്രഷേഴ്സിനും ജോലി കിട്ടും. പിന്നെ ഒരെണ്ണം മാത്രം ട്രൈ ചെയ്തുകൊണ്ടിരിക്കരുത്. ഒരു
100 അപ്ലൈ ചെയ്താലേ ഒരെണ്ണം നിങ്ങൾക്ക് കിട്ടുള്ളൂ. ഫ്രഷേഴ്സിന്റെ കാര്യം ഞാൻ പറയുന്നത്. എക്സ്പീരിയൻസ് ഉള്ളവർക്ക് അതാത് എക്സ്പീരിയൻസിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് ഇതാക്കാം. അപ്പൊ പിന്നെ ഡിഫറെന്റ് ആയിട്ടുള്ള സി വി ഉണ്ടാക്കാം. നിങ്ങൾക്ക് ഏത് ഏരിയയിലാണോ എക്സ്പീരിയൻസ് ഉള്ളതെങ്കിൽ അതിനനുസരിച്ചുള്ള സി വിയും കാര്യങ്ങളും പ്രിപ്പയർ ചെയ്തിട്ട് അപ്ലൈ ചെയ്യുക. ഉറപ്പായിട്ടും എല്ലാവർക്കും തന്നെ ജോലി കിട്ടും. ഇപ്പൊ ഒരു ജൂൺ, ജൂലൈ, ഓഗസ്റ്റ് ഇതെല്ലാം വേക്കൻസി ഓപ്പൺ ആവുന്ന ടൈമുകളാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ മാക്സിമം ജോബ് ഓഫറുകളെല്ലാം കയറി എല്ലാവരും തന്നെ അപ്ലൈ ചെയ്യുക. പിന്നെ നിങ്ങളുടെ ലൈസൻസിനനുസരിച്ചിട്ട് നിങ്ങൾ ഓരോ കാറ്റഗറിയിൽ അനുസരിച്ചിട്ട് നിങ്ങളും അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അപ്പോൾ ഈ ഒരു ലൈസൻസ് റിലേറ്റഡ് ആയ കാര്യം ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. വേറെ എന്ത് റിലേറ്റഡ് ആയിട്ടുള്ള നഴ്സിംഗിന്റെ യു എയിൽ വരാനായിട്ട് നിങ്ങൾക്ക് എന്ത് റിലേറ്റഡ് ആയ ക്വസ്റ്റ്യനോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ട് എനിക്ക് മെസ്സേജ് അയക്കാം. ഞാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത്.